ഹലോ. ഞാനില്ലേ ഈ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ, ഒരു 3-4 ദിവസം മുന്നേ. വേറെ എവിടെയോ അല്ല കേട്ടോ, നമ്മളെ പന്തിരങ്കാവിലെ അയ്യപ്പൻ വിളക്കായിരുന്നു. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് അയ്യപ്പൻ വിളക്കിന് പോണത്. എന്താ പറയുക, അപ്പോൾ പണ്ട് ഞാൻ ഇവിടെ തളി അമ്പലത്തിൻ്റെ അവിടെയൊക്കെ അയ്യപ്പൻ വിളക്ക് ഉണ്ടാകുമ്പോൾ കുറേ മുന്നേ, എനിക്ക് തോന്നുന്നു കുറച്ച് വളരെ വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇവിടെ ഞാൻ അയ്യപ്പൻ വിളക്കിന് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് പന്തിരങ്കാവിൽ ഇത്രയും വലിയൊരു ജനസമുദ്രം ഉണ്ടായിട്ടുള്ള ഒരു പ്രോഗ്രാം. ഒക്കെ അക്ഷരങ്ങളൊക്കെ മാറിപ്പോണു ഈശ്വര. പിന്നെ നടക്കണതെന്നൊക്കെ തോന്നണത് ഭയങ്കര അടിപൊളിയായിരുന്നു. പന്തിരങ്കാവിൽ നിങ്ങൾക്ക് ഈ പന്തിരങ്കാവ് കോഴിക്കോടുള്ളവർക്കൊക്കെ അറിയാം. നമ്മൾ ഇവിടെ എന്താ പറയുക, പാലോറമ്പക്കാവ് കേട്ടിട്ടുണ്ടോ? ഒളവണ്ണ പാലോറമ്പക്കാവിന് അവിടെ നിന്നാണ് പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നത്. അവിടെ മുതൽ എന്താ പറയുക, റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു ആ ഒരു സംഭവം. പാലക്കൊമ്പ് എഴുന്നള്ളിക്കുമ്പോൾ അവിടേക്കൊന്നും എത്രയോ നേരം മുതൽക്ക് തന്നെ അവർ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും ജനങ്ങൾ. അപ്പം ഞാനും ദിവ്യ ചേച്ചി ഉണ്ടായിരുന്നു, ലക്ഷ്മി വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ദിവ്യ ചേച്ചി, അമ്മ ഉഷമാമി, ശ്രീകുട്ടി, ലിസിമാമി, ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ മന്ദാകിനിയായിട്ട് മന്ദാകിനി എന്നുള്ള വീട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കേട്ടിട്ട് ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ശീലമായിപ്പോയി. ചില വാക്കുകളില്ലേ നമ്മുടെ നാവിൻ്റെ തുമ്പിൽ കിടന്ന് കളിക്കുന്നത്, അതുപോലത്തെ ഒരു വീടാണത്. അപ്പോൾ ഇങ്ങനെ കണ്ടോ നിങ്ങൾ അയ്യപ്പൻ വിളക്കിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഭംഗിയിൽ ഇങ്ങനെയൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പം ആ പാലക്കൊമ്പ് എഴുന്നള്ളിക്കാൻ സമയം ആയിട്ടില്ല, അവർ വരുന്നേ ഉള്ളൂ. അത്ര കുറച്ച് ദൂരം ഉണ്ടല്ലോ, അവിടെ നിന്ന് നടന്ന് മെല്ലെ വരണം. പിന്നെ അറിയാം 3 ആനകളൊക്കെ ഉണ്ടായിരുന്നു. നായകൾ എന്നൊക്കെ എൻ്റെ വായിൽ വരുന്നത്. 3 സുന്ദരി ആനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ അയ്യപ്പൻ വിളക്കിൻ്റെ സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. അത് ഞാൻ നടന്നു വരുന്നൊന്നും കാണിച്ചില്ല. ഞാൻ എന്തോ ഓർത്ത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞങ്ങളിങ്ങനെ നടന്ന് വന്നു. ഞങ്ങൾക്ക് ഞങ്ങളെ കാവൊക്കെ മിസ് ചെയ്തു കേട്ടോ. കാവിൽ ഉത്സവം നടന്നിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി, കേസിലൊക്കെ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതാ നമ്മളെ കുട്ടനാണത്, എൻ്റെ അമ്മേൻ്റെ ഏട്ടൻ്റെ മോനാണ് കേട്ടോ. ഞാൻ കുട്ടനെ കുറേ പ്രാവശ്യം നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. കുട്ടൻ ആണ് അവിടെ അനൗൺസ് ചെയ്യുന്നതൊക്കെ. സ്വാമി ശരണമയ്യപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്റ്റൈലാക്കിയിട്ട് ഓൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഉണ്ട് കേട്ടോ. അയ്യോ മറന്നുപോയി, ശ്രുതി ഞങ്ങളെ കൂട്ടുണ്ട്, അതായത് കുട്ടൻ്റെ വൈഫ്. ഞങ്ങളെല്ലാവരും കൂടെ ഉത്സവപ്പറമ്പിൽ നടക്കുക എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭൂതിയല്ലേ. അപ്പം ഞങ്ങളില്ലേ നേരെ അമ്മമ്മേൻ്റെ അടുത്ത് നിന്ന് ഷൂവിൻ്റെ അമ്മമ്മ പോയിട്ടോ അവിടെ ഇല്ല, ഒരു വർഷം കഴിഞ്ഞു അമ്മമ്മ മരിച്ചിട്ട്. അപ്പം അമ്മമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കുറച്ച് നേരം വെറുതെ വർത്താനം പറഞ്ഞ് അവിടെ ഇരുന്നു. വേണ്ടില്ലായിരുന്നു, നമുക്ക് ഉത്സവപ്പറമ്പിൽ തിരിഞ്ഞ് കളിക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു വല്ലാത്ത നൊസ്റ്റാൾജി. ഞങ്ങൾ കണ്ടില്ലേ അവിടെ എന്തൊക്കെ സാധനങ്ങളാണ്. ഒരു സംഗതി വാങ്ങാൻ പറ്റില്ല കേട്ടോ, പണ്ടത്തെ പോലെയല്ല. എമ്മാരി കത്തിയ ഭയങ്കര വില. അപ്പം ഞാനില്ലേ ഓരോന്നിന് വില നോക്കുമ്പോൾ SM സ്ട്രീറ്റിലുള്ളതിൻ്റെ ഇരട്ടി വില. വെറുതെ ഇങ്ങനെ ഞങ്ങൾ നടന്നു എന്ന് മാത്രം, ഒന്നും വാങ്ങാൻ പോയില്ല. അപ്പം ആദ്യമില്ലേ എൻ്റെ മോൻ മറ്റേ ധ്യാൻ, ചെറിയ ആൾ അമ്മേൻ്റെയും അച്ഛൻ്റെയും കൂടെ പാലക്കാട് ഒരു കല്യാണം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ. ധ്യാൻ അങ്ങോട്ടും പോയി, എൻ്റെ കൂടെ ഇങ്ങോട്ടും വന്നു. അപ്പോൾ കുട്ടി ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ വീട്ടിൽ. അപ്പം ഞാൻ ഷാരോൺ ഉണ്ട്, അതായത് കുട്ടൻ്റെ മോനും ഉണ്ട്, സെയിം ഏകദേശം ഒരേ പ്രായമാണ്. അവൻ 8th മാസങ്ങളെ വ്യത്യാസമേ ഉള്ളൂ, 8th ഇവൻ 9th ആണ്. ഇത് കണ്ടിട്ട് നൊസ്റ്റാൾജി ഫീൽ ചെയ്തിട്ടേക്ക് വയ്യ കൂട്ടരെ. എൻ്റെ ഇടയിൽ കൂടെ അതും പറയണം. ഭയങ്കര ഒരു ഫീല്. പണ്ട് ശ്രീവിളയനാടുകാവ് ഉത്സവത്തിന് പോയപ്പോൾ കുറേ വളകളൊക്കെ വാങ്ങിയൊരു ഓർമ്മകൾ വന്നു. പക്ഷെ ഇവിടെ വാങ്ങാൻ വയ്യ. അപ്പം ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ആദിനോട് പറഞ്ഞു, ആദ്യമൊന്നും ഉത്സവ പറമ്പ് കണ്ടിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു, ആദി പോയിട്ട് അവിടേക്ക് ഒന്ന് തിരിഞ്ഞു കളിച്ചിട്ട് വാ ആദി. ഇനി അടുത്ത കൊല്ലം മുതൽ ഞാൻ പറയേണ്ടി വരില്ലേ, തന്നെ മുണ്ടൊക്കെ എടുത്തിട്ട് നല്ല സുന്ദരനായിട്ട് പോയിക്കോളും. വായനോട്ടം വേണമല്ലോ, ആ ഒരു പ്രായത്തിലേക്ക് ആയിട്ടില്ല. നമുക്ക് ആ ഉത്സവ പറമ്പിൽ നിറച്ചും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കാണാം. എന്ത് രസമാണ്. നമുക്ക് അറിയാലോ ആ ഒരു മുഖഭാവം എന്തിനാണെന്നുള്ളത്. ആ ചെക്കന്മാരുടെ ഒരു ചിരിയും പെൺകുട്ടികളുടെ ഒരു കളിയും ഒക്കെ കാണുമ്പോൾ അറിയാം നമ്മൾ ആ പ്രായത്തിലൂടെയൊക്കെ കടന്നു വന്നവരല്ലേ. അതൊരു രസമാണ്, ഒരു കുറ്റമല്ല. അതൊക്കെ വേണം അല്ലേ, നമ്മൾ ആ ഒരു പ്രായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ വായി നോക്കിയിട്ടൊക്കെ നടക്കണം. അപ്പം ഞാൻ അതിനോട് വായി നോക്കി നടക്കാനല്ല പറഞ്ഞു, ഞാൻ പറഞ്ഞോട് ആ ഉത്സവപ്പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്ക്, എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്ക്, എന്തൊക്കെ രസങ്ങളുണ്ട്. അപ്പോൾ അവന് പോകാനേ താല്പര്യമില്ല. അപ്പം ഞാനൊരു കുറച്ച് പൈസ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ആദ്യം പോയിക്കോ അവിടെ. അപ്പം ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇത് ഇത്ര വിലയാണെന്ന്. ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ ആദ്യനും ഷാരോണിനോടും പോയിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ അവിടേക്ക് ഒന്ന് പോയിട്ട് വല്ല ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ച് ഭയങ്കര രസമായിട്ട് പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആൺകുട്ടികളതായ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, വളയും മാല മോതിരമൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ വേണേൽ വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കയ്യിൽ പൈസയും കൊടുത്ത് പറഞ്ഞയച്ചു കൂട്ടരെ. പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് വിളിക്കണു, അമ്മ എൻ്റെ പൈസ ഒന്നും തികഞ്ഞില്ല, എനിക്ക് 2-3 സാധനങ്ങളും കൂടെ വാങ്ങാണ്ടായിരുന്നു, എൻ്റെ ദൈവമേ. അങ്ങനെ ഞാനും ദിവ്യ ചേച്ചിയും കൂടെ അങ്ങോട്ട് പോയി. അപ്പോൾ നോക്കുമ്പോൾ ഓനൊരു മാല വേണം. മാലയും വാങ്ങി നോക്കുമ്പോൾ കത്തി റേറ്റ്, ഒരാൾക്ക് വാങ്ങാൻ വയ്യ. അപ്പം ധ്യാനും ഇല്ല. അപ്പം ഞാൻ ധ്യാനും ഷാരോണിനും ആദിക്കും കൂടെ ഉള്ളതൊക്കെ വാങ്ങി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഉത്സവപ്പറമ്പിൽ നടന്നത് മതി, ഇത്രയൊക്കെ ഇനി കാണാനുള്ളൂ, വീട്ടിൽ തന്നെ പോയിരുന്നു പറഞ്ഞ് ഞാൻ പറത്തിച്ചു രണ്ടിനും. ചിലവ് ഇവർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ കുട്ടിയൊക്കെ ഒരു രസമല്ല ഇങ്ങനെ കണ്ട് നടക്കും. നോക്കുമ്പോൾ കണ്ട് നടക്കാനല്ലായിരുന്നു,
കുട്ടിയെ ഞാൻ വെറുതെ പ്രോത്സാഹിപ്പിച്ചിട്ട് 1-2 വാങ്ങി തുടങ്ങിയതാണ്. പിന്നെ കുട്ടിക്ക് ഭയങ്കര ആവേശമായി. അപ്പം ഞാൻ മെല്ലെ പറത്തിച്ച് വീട്ടിലേക്ക് തന്നെ. അപ്പോൾ ഞാൻ പിന്നെ അവർ രണ്ടാളും വീട്ടിലേക്ക് പോയപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു. ഒരു രസമുള്ള നടത്തം. ഒരുപാട് ആൾക്കാരെ ഞാൻ കുറേ കാലത്തിന് ശേഷം ആരൊക്കെയോ കണ്ടു കേട്ടോ പന്തീരങ്കാവിലെ. നമുക്കതൊക്കെ ഒരു പണ്ട് കളിച്ച് വളർന്ന ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളെ കാവിൽ ഒരു ലാലുവേട്ടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയൊക്കെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ഒന്നാമത് ഞങ്ങളെ കാവിൽ ഉത്സവം ഇപ്പം ഇല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ കുറേ ആൾക്കാർ എനിക്ക് കാണുന്നില്ല. അപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കുറേ നേരം വർത്താനം പറഞ്ഞു. പിന്നെന്താ, പിന്നെ നമ്മളെ പിന്നെ കൊളങ്ങഞ്ചേരി എന്ന് പറയും. കൊളങ്ങഞ്ചേരി എന്ന് പറയുന്നത് ഞങ്ങളൊരു തറവാടിൻ്റെ പേരാട്ടോ. എൻ്റെ അമ്മമ്മേൻ്റെ അനിയത്തീൻ്റെ വീടാണ് കൊളങ്ങഞ്ചേരി പറയുന്നത്. അത് നടന്നു പോകാനുള്ള ദൂരം തന്നെയുള്ളൂ. അപ്പോൾ അവിടെ അമ്മമ്മേൻ്റെ അനിയത്തീൻ്റെ മകള് അതായത് ബിനുവിൻ്റെ ഡാൻസ് ഉണ്ട്. അവളിവിടെ പിന്നെ എന്താ പറയുക പന്തീരങ്കാവ് സ്കൂളിൽ ടീച്ചറാണ്. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ കൂടെ ഒരു നല്ല രസമായിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഉണ്ടായിരുന്നു. അതായത് ഒരു കൃഷ്ണൻ്റെ കംപ്ലീറ്റ് കഥ അവർ കാണിച്ചു. അവർ നന്നായിട്ട് എഫേർട്ട് എടുത്തു. കാരണം എന്താ വെച്ചാൽ അവരിങ്ങനെ ഡ്രസ്സ് മാറ്റി വരുന്നതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല രസമായിട്ട് അവർ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നല്ല കോസ്റ്റ്യൂമും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞു മക്കളെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്ക്. അതേ പറഞ്ഞാൽ പന്തീരങ്കാവിൽ എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തിന് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം, എനിക്ക് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ അറിയില്ല, എൻ്റെ കാഴ്ചയിൽ ആദ്യമായിട്ടാണ് ഇത്രയും ജനസമുദ്രമുള്ള ഒരു പ്രോഗ്രാം ഉണ്ടാവണത്. അയ്യപ്പൻ വിളക്ക് പറഞ്ഞിട്ട് എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വന്നിട്ടുണ്ട്. നിറച്ചും ആൾക്കാർ. നമ്മൾ ആ ബൈപ്പാസ് സൈഡിൽ തന്നെയാണ്. അതായത് ബൈപ്പാസ് കൂടെ പോകുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ആ ഭാഗത്തുള്ളവർക്കൊക്കെ നല്ല സുപരിചിതമായിരിക്കും ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അവിടെ എന്താ പറയുക, കുറേ ആദ്യം വന്നവർക്കൊക്കെ ചെയറിൽ ഇരിക്കാനുള്ള ചെയറുകൾ ഇഷ്ടംമാതിരി കൊണ്ടിടുന്നുണ്ട്. പിന്നെന്താണ്, കുറേ ആൾക്കാരെ പരിചയമുള്ളവരെ കണ്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും നടക്കണത് കാണാനാണ്. അത് നല്ല ഭംഗിയിൽ വന്നിരിക്കുന്നു. പെൺകുട്ടികളെ ആറ്റിറ്റ്യൂഡും ആൺകുട്ടികളെ ആറ്റിറ്റ്യൂഡും ഞാൻ കുറേ നേരം അവരെ വായി നോക്കി നിന്നു. അവർ ജ്യേഷ്ഠകളും ഗോഷ്ഠികളും ഒക്കെ നോക്കി നിന്നു. പിന്നെ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം നേരം നിൽക്കാൻ വയ്യ. മീൻസ് എന്താ വെച്ചാൽ പിറ്റേ ദിവസം ഞങ്ങൾക്ക് കല്യാണമാണ് പാലക്കാടേക്ക്. അപ്പം നേരത്തെ എണീറ്റ് പാഞ്ഞ് പോകണ്ടേ കൂട്ടര്. അപ്പോൾ ദിവ്യ ചേച്ചിയും പിന്നെ ധന്യ ചേച്ചി വിദ്യൊക്കെ വന്നു. അവരൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാനിങ്ങനെ ഓരോന്നിലായിട്ട് ലയിച്ച് കഥയും പറഞ്ഞ് കുറേ മുന്നേ ആൾക്കാരെയൊക്കെ കണ്ട, മീൻസ് കുറേ കാലത്തിന് ശേഷം ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ ഓരോ കഥയും പറഞ്ഞ് അപ്പം എൻ്റെ ഫോൺ ഞാൻ മറന്നു. പിന്നെ എനിക്കൊരു പറഞ്ഞ മാതിരി ഒരു നാണം. 1-2 ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു നാണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവളൊരു ക്യാമറയായിട്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് അത് എന്നോട് എല്ലാവരും മാറ്റാൻ പറയുന്നു. അങ്ങനെ ചിന്തിക്കരുത്, നീ ഇങ്ങനെ ചെയ്യുന്നതല്ലേ, അപ്പം നീ അത് നോക്കരുത് എന്നൊക്കെ. പക്ഷെ എനിക്ക് എവിടെയോ ഒരു തകരാറ്, ഇന്ന് ആരും പിന്നോട്ട് വലിക്കുന്നു ക്യാമറയായിട്ട് പോകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം പിന്നെ ധനചേച്ചിയും വിദ്യയൊക്കെ കുറച്ച് ബിനുവിൻ്റെ ഡാൻസ് അവർ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ കണ്ടതിന് ശേഷമാണ് ഞാൻ അവരെ കാണുന്നത്. അപ്പം അത് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു ഞങ്ങളെ കാവ് മിസ് ചെയ്യുന്നു എന്ന്. ഞങ്ങളെ കാവിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടാവും. കുംഭം 2ാമത്തെ വ്യാഴവും വെള്ളിയാണ് ഞങ്ങളെ കാവിലുത്സവം. ഞങ്ങളെ കാവ് പറഞ്ഞാൽ ഒന്ന് കരിയങ്കാവിലും ഒന്ന് തൊണ്ടിശ്ശേരിക്കാവ്. പന്തീരങ്കാവുള്ളവർക്കൊക്കെ അറിയാം. തൊണ്ടിശ്ശേരിക്കാവ് ഞങ്ങളെ കാവാണ്, തറവാട് അമ്പലമാണ്. ദേശത്തിൻ്റെ കാവാണത്. പ്ലസ് ഞങ്ങളെ തറവാട്ടിൽ നിന്നാണ് മച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്നാണ് തിടമ്പും തിടമ്പല്ല പീഠവും കാര്യങ്ങളൊക്കെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതൊക്കെ അവിടെയാണ്. എഴുന്നള്ളിച്ച് മീൻസ് ഞങ്ങൾ ആ തറവാട്ടിലാണ് അതൊക്കെ വെക്കുക. അപ്പോൾ എന്താ അറിയോ, അതൊക്കെ എനിക്ക് വല്ലാണ്ട് ആ കൊട്ട്, നമ്മൾ ആ ഒരു ചെണ്ടകൊട്ടൊക്കെ നമുക്ക് അങ്ങോട്ട് ഫീലിങ്സ് വല്ലാത്ത ഒരു പണ്ടത്തെ ആ ഒരു സങ്കടം വരിക. ഇതൊരു രസമായിരുന്നു എന്നറിയോ ഞങ്ങൾ ആ ഒരു കാലമൊക്കെ. അയ്യോ, അതൊരു ഉത്സവം തന്നെയായിരുന്നു. ഞങ്ങൾ പോയിട്ട് അവിടെ ഇങ്ങനെ കാവിൽ കിടന്നുറങ്ങും. തിരക്ക് ഉണ്ടാവുമല്ലോ, അപ്പം ഞങ്ങൾ കാവ് തന്നെ. എന്ത് രസമാണ്. അപ്പോൾ ആ ഒരു നല്ല പ്രായത്തിൽ ഞങ്ങൾ വായ നോക്കി നടന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈ പെരുന്നാമാരൊക്കെ ചെണ്ട കൊട്ടുന്ന ആൾക്കാരൊക്കെ നല്ല രസമല്ലേ, അവർ തിറ കിട്ടണതും അവരെ കുറേ നേരം ചിരിച്ച് നോക്കി നിന്നതും ഒക്കെ എങ്ങനെയെങ്കിലും ഞാൻ അതൊക്കെ ഓർത്തു ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തൊഴാൻ ഞങ്ങൾ പുറത്തൊന്നും തൊഴുതിട്ടുള്ളൂ. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം മോശമില്ലാത്ത തിരക്കുണ്ടായിരുന്നു. ഒരു കുഞ്ഞു മോൻ ഡാൻസ് ചെയ്യുന്നുണ്ട്. 1-2 കുഞ്ഞു കുട്ടികളെയൊക്കെ ഡാൻസൊക്കെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് ധനിചേച്ചിയും വിദ്യയും ഞാൻ പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നത് അങ്ങോട്ട് എത്തിയത് കണ്ടില്ല. പിന്നെ ഞാൻ കുറച്ച് ലേറ്റായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോട്ടെ, ഇനി പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ എണീക്കണ്ടേ, ബുദ്ധിമുട്ടാവും. രാജോട്ട് പറഞ്ഞു കല്യാണത്തിന് പോകില്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കായിരുന്നു. ഞങ്ങൾക്ക് രസമായിരുന്നു. എനിക്ക് കുറേ ഉണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് പറയാൻ. നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. പിന്നെ അമ്മ മാല ഇട്ടിക്കണം കേട്ടോ. അമ്മ മാല ഇട്ടിട്ടുണ്ട്. അമ്മ ഇപ്പം പോയിട്ട് ഇന്ന് തിരിച്ച് വരികയാണ്. അപ്പം ഞാൻ 2-3 ദിവസമൊക്കെ ആയി ലേറ്റായി കൂട്ടരെ ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും അക്ഷമരായിട്ടിരിക്കുകയാണ്. അപ്പം ഞാനും ശ്രുതിയും അമ്മയും കൂടെ ഞങ്ങൾക്ക് പോകണം തിരിച്ച്. അമ്മ ഞങ്ങളെ കൂടെ വരികയാണ് ചാലപ്പുറത്തേക്ക്. അമ്മേനെ ചാലപ്പുറത്താക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അപ്പം ഞാനും ശ്രുതിയും അമ്മയും കൂടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ധനിചേച്ചിയും വിദ്യയും പിന്നെ ദിവ്യ ചേച്ചി അവിടെ ഇരുന്നിട്ട് ശ്രീക്കുട്ടിയും ലിസിമാമയൊക്കെ ഇരുന്നിട്ട് എനിക്ക് ശരിയാവുന്നേ ഇല്ല.
എൻ്റെ മനസ്സ് അവിടെ വെച്ചിട്ട് ഞാൻ നടന്നു പോന്നു. അപ്പോൾ ഈ ബൈപ്പാസിൻ്റെ സൈഡിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നത് കണ്ടില്ലേ, നിറച്ചും ആൾക്കാർ ഇരിക്കുക. എന്ത് രസമാണ്. അധികം വണ്ടികളൊന്നും പോകുന്നില്ല കേട്ടോ, ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ. പിന്നെ മേലെ കൂടെ മേൽപ്പാലം വന്നതിന് ശേഷം വലിയ വാഹനങ്ങളൊക്കെ അത് കൂടി തന്നെയാണ് പോണത്. അപ്പം അവർക്ക് എല്ലാവർക്കും, ആ ദേശത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പം ആ വഴിയോരങ്ങളിൽ മുഴുവൻ ഇങ്ങനെ ആളുകൾ, ജനസമുദ്രം രണ്ട് സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട്. പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നതും പിന്നെ 3 സുന്ദരന്മാരെ കാണാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിങ്ങനെ നടന്നു. ഞാൻ വിചാരിച്ചു ഈശ്വരാ കാണലുണ്ടാവില്ല ഇനി പാലക്കൊമ്പ് എഴുന്നള്ളിക്കണൊക്കെ എപ്പോൾ കാണാനാണെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളങ്ങനെ നടന്നു പോയപ്പോൾ നമ്മൾ ആ ജംഗ്ഷൻ്റെ സൈഡിലേക്ക് എത്തിയപ്പോൾ ഉണ്ട് അവിടുന്ന് കൊട്ട് മീൻസ് വരുന്നുണ്ട്, പാലക്കൊമ്പ് എഴുന്നള്ളിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനും ശ്രുതി നമുക്ക് ഏതായാലും ഇവിടെ ആയിട്ട് 10 മിനിറ്റ് കൂടെ നിന്നിട്ട് പോവാം. കുറച്ച് അത്യാവശ്യം ലേറ്റ് ആയിട്ട് ഞങ്ങൾ തിരിച്ചിവിടെ എത്തുമ്പോൾ തോന്നുന്നു 12 മണിയുണ്ട്. ഞാനും രാജുവേട്ടനും ആദ്യം കൂടെ തിരിച്ചെത്തുമ്പോൾ. പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് പോവും വേണം കല്യാണത്തിന്. അപ്പോൾ ഞങ്ങൾ പാലക്കൊമ്പ് എഴുന്നള്ളിക്കണമൊക്കെ കണ്ടു. ആ ചെണ്ടകൊട്ടൊക്കെ ഒരു രസം. പിന്നെ വെളിച്ചപ്പാട് ഒരു പ്രത്യേക സ്റ്റൈലിലല്ലേ അവർ കാല് വെക്കുക. അയ്യപ്പൻ വിളക്കിനൊരു പ്രത്യേക സ്റ്റൈലല്ലേ കൊട്ടും. അവരിങ്ങനെ ഒരു ഡാൻസ് ചെയ്യുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒരു കോമഡി ഉണ്ടായി, ഒന്നും പറയണ്ട. ഇതില്ലേ ഈ ഭാഗത്ത് നമ്മൾ ആ ജംഗ്ഷനിൽ ഷോപ്പിൻ്റെ മേലും എല്ലാ സൈഡിലും ആൾക്കാർ നിൽക്കുന്നുണ്ട്. താലപ്പൊലി എഴുതി പെൺകുട്ടികൾ നല്ല സുന്ദരികളായിട്ട് വേഷ്ടിയും മുണ്ടും മുല്ലപ്പൊക്കെ വെച്ച് പാവാടയും ബ്ലൗസൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുള്ള പെണ്ണുങ്ങൾ താലപ്പൊലി ഏന്തി നിൽക്കുന്നതൊക്കെ കാണാനൊരു രസം തന്നെയാണ്. ആ താലപ്പൊലി ഏന്തി നിൽക്കുന്ന തരുണീമണികളെ കാണാൻ വേണ്ടി ചുറ്റും ആൺകുട്ടികളും നല്ല രസമായിട്ട് അങ്ങനെ നോക്കി നിൽക്കുന്നത് കാണാനും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കെന്താ അറിയില്ല, ആ ഒരു പ്രായം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ശ്രുതിനോട് പറഞ്ഞു, ആദീനും ഈ ഷാരോണൊക്കെ ഇനി അടുത്ത കൊല്ലം കഴിഞ്ഞ് നമ്മൾ കാണുകയല്ലേ, ഉത്സവപ്പറമ്പുകളിൽ തന്നെ ആയിരിക്കും, നമ്മൾ പറയേ വേണ്ടി വരില്ല, പറക്കുണ്ടാവും ഇറ്റുങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുക കേട്ടോ. ഞാൻ തലങ്ങും വിലങ്ങും വീഡിയോ എടുക്കുക. ശ്രുതി ഏതൊക്കെയോ നല്ല ഹൈറ്റുള്ള ചെക്കന്മാരെ കൊണ്ട് പിന്നെ ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ വിറ്റുണ്ടായി. എന്താ അറിയോ, അവരിങ്ങനെ 3 ആന വരില്ലേ, അപ്പോൾ ഇങ്ങനെ മാറി നിൽക്കൂ, അങ്ങോട്ട് നിൽക്കൂ, ഇങ്ങോട്ട് നിൽക്കൂ എന്നൊക്കെ പറയണ്ടേ. അപ്പോൾ ഞങ്ങൾ പാലക്കൊമ്പൊക്കെ എഴുന്നള്ളിച്ച് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ 2 ഇങ്ങനെ വലിയ പന്തം പിടിച്ചിട്ടിരിക്കണ 2 സ്വാമിമാരുണ്ട് കേട്ടോ. ഞാൻ വലിയ സ്റ്റൈലിൽ വീഡിയോ എടുത്തപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങോട്ട് നിൽക്കൂ, നടുവിലേക്ക് നിന്ന് വീഡിയോ എടുക്കുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു അയാൾ ശരിക്കും എന്നോട് എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് എന്നോട് പറഞ്ഞതായിരിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ കഷ്ടകാലത്ത് ഞാൻ ഒരു അടി മുന്നോട്ട് വെച്ചു. പിന്നെ നിൽക്കൂ, എന്തിനാ മടിക്കണം, മുന്നോട്ട് നിൽക്കൂ, നടുവിൽ നിന്നിട്ട് വീഡിയോ എടുക്കുമെന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഇയാൾ എന്നോട് ശരിക്കും പറയുന്നു, വല്ല എന്നെ ആക്കിയതാന്ന് എനിക്ക് മനസ്സിലായില്ല. ചുറ്റുമുള്ള ആൾക്കാർ ചിരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ ആക്കിയതാന്ന്. ഞാനെങ്ങാനും ഇതൊന്നും ദൈവമാണ് സത്യം, എനിക്ക് മനസ്സിലായില്ല ഇയാളാക്കിയതാന്ന് കേട്ടോ. അയാൾ വിചാരിക്കും എന്തൊരു അഹങ്കാരിയായ പെണ്ണെന്ന്, സാമിയാ. അപ്പം ഞാൻ ആ നടുവിലേക്ക് എങ്ങാനും പോയി വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്തിനു പറ്റും? അത്രയും ആൾക്കാർ മുന്നിൽ ചിലപ്പോൾ അയാൾ എന്നെ ചീത്ത വിളിക്കില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല. ചമ്മിയിട്ട് ഈ ചുറ്റുമുള്ള ആൾക്കാർ ചിരിച്ചപ്പോഴാണ് എൻ്റെ ദൈവമേ ഇയാൾ എന്നെ ആക്കിയതായിരുന്നു എനിക്ക് മനസ്സിലായത്. അയ്യേ, നാണം കെട്ടിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോണ്ട് ശ്രുതി ശ്വാസമില്ലാതെ ചിരിക്കണം. എന്നോടൊക്കെ കുറവായിട്ടൊരു നിമിഷം ഞാൻ താഴോട്ട് നോക്കി നിന്ന്. അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ടോ എന്നൊക്കെയൊരു സംശയം. എനിക്ക് ചമ്മി നാണം കെട്ടുപോയി. ഞാൻ കൂട്ടരേ ഒന്നും പറയണ്ട. അതന്നെ ഞാൻ വീട്ടിലെത്തുന്നവരെ എൻ്റെ ശ്രുതി അറിയുന്ന ആൾക്കാരൊക്കെ കണ്ടോ, എനിക്ക് മനസ്സിലായില്ല ഇയാൾ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു അയാൾ സീരിയസ് ആയിട്ട് എന്നോട് നടുവ് പോയി നിന്ന് ഫോട്ടോ എടുത്തോ എന്ന് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ആക്കിയതാണെന്ന് എനിക്ക് മനസ്സിലാവാൻ 2 മിനിറ്റ് എടുത്തു കൂട്ടരെ. അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ ഇവിടെ വന്ന് രാജുവേട്ടനോട് കുറേ ചിരിച്ച് എനിക്ക് എന്താ വെച്ചാൽ നാണം കെട്ടു. എന്താ വെച്ചാൽ കുറേ വിഡ്ഢിത്തരങ്ങൾ ആ ഒരാഴ്ചയിൽ നിറച്ചും വിഡ്ഢിത്തരങ്ങൾ. ഞങ്ങൾ സ്കൂളിൽ പ്രാക്ടീസിന് പോകുമ്പം ഞാൻ ഒരു 6:30 എന്തോ ഞാൻ ഇവിടുന്ന് പോവുക, കണ്ണേ കാണുന്നില്ല. ഞാൻ എല്ലാ കൂടോട്ടോറിക്ഷയ്ക്കും കൈ കാണിച്ചിട്ട് നാണം കെട്ടിട്ട്, ഓട്ടോറിക്ഷയാണ് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ കൂടോട്ടോറിക്ഷയ്ക്കൊക്കെ കൈ കാണിച്ചിട്ട് അയാൾ എന്നോട് ചിരിക്കുക. അങ്ങനെ ഞാൻ നാണം കെട്ട്, എനിക്ക് ചിരിക്കാൻ ഒരാളില്ലേ കൂടെ ചിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ വിഡ്ഢിത്തരങ്ങൾ ആ ആഴ്ചയിലൊരു വിഡ്ഢിത്തരത്തിൻ്റെ ഒരു സംഭവമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇതായിരുന്നു ഞങ്ങളെ അയ്യപ്പ വിളക്ക് വിശേഷം കേട്ടോ. എനിക്ക് കുറേ വീഡിയോ മിസ്സാവുക. എനിക്ക് വാദോരാതെ കുറേ പറയാനുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാൻ വയ്യ. ബ്ലാങ്ക് ആയി നിന്നിട്ട് കുറേ കഥ പറഞ്ഞാൽ മതിയോ? എനിക്ക് എന്തൊക്കെയോ പറയണ്ട. അയ്യപ്പൻ വിളക്കൊക്കെ പണ്ടത്തെ ഒരുപാട് കാലങ്ങൾ മിസ് ചെയ്തു എനിക്ക്. കണ്ടോ, ചുറ്റും ആൾക്കാർ നിൽക്കുന്നു. അപ്പോൾ അത് അമ്മ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മ മലയ്ക്ക് പോവുകയാണ്. അമ്മയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് ആട്ടോ, കന്നിസ്വാമിയാണ്, ആദ്യമായിട്ട് പോവുകയാണ്. എന്തായാലും അവർ പോയി വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഗുരുവായൂർ എന്തോ എത്തിയിട്ടുണ്ട്, സ്ഥലമായിട്ട് തൊഴാൻ പറ്റി പറഞ്ഞു. ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. ഏതോ ഒരു പോലീസുകാരൻ പിടിച്ചങ്ങോട്ട് മുന്നിൽ കൊണ്ടേ നിർത്തിച്ചു എന്നൊക്കെ അമ്മ ഭയങ്കര ഇതായിട്ട് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആവേശഭരിതയായി പറയുന്ന കേൾക്കാം. അങ്ങനെ 3 ആനകളെയും വെച്ചിട്ട് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും നിങ്ങൾ കേൾക്കൂ കൂട്ടരെ. അപ്പം അയ്യപ്പൻ വിളക്ക്, പന്തിരങ്കാവ് അയ്യപ്പൻ വിളക്ക് ഈ കൊല്ലത്തത് ഭയങ്കര ഗ്രാൻഡായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു, ജനസമുദ്രമായിരുന്നു. ഞാനെങ്ങാനും പോയില്ലെങ്കിൽ എനിക്കത് വൻ നഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അയാളെ ചീത്തയും കേട്ട് ഇളിഭയായി വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പിന്നെ അതുകൂടാതെ വേറൊരു വിശേഷം ഉണ്ടായിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് ആ വീഡിയോ മാത്രം ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ കാണിക്കാം കേട്ടോ.
എന്തെന്നറിയോ, ശ്രുതി ഞാൻ പറഞ്ഞില്ലേ കുട്ടൻ്റെ വൈഫാണ്, അവരുടെ ഈ 50-ാം അയ്യപ്പ വിളക്കിനോടനുബന്ധിച്ചിട്ട് 3 ദിവസം എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ അവിടെ അയ്യപ്പൻ്റെ ആ ഒരു അമ്പലം മാതിരി കെട്ടിയ ഒരു സംഭവം കണ്ടില്ലേ, ആ ഒരു സ്പേസിൽ ഇവർ കുറേ പെണ്ണുങ്ങൾ, മീൻസ് കൈകൊട്ടിക്കളി എന്നല്ല, അതായത് ഒരു സ്പീഡുള്ള കളി, അതിൻ്റെ പേരെന്താ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, ഒരു പ്രത്യേക സ്റ്റൈലിൽ സ്പീഡിൽ ഇങ്ങനെ കളിക്കുന്ന ഒരു സംഭവമില്ലേ, ആ ഒരു ഡാൻസ് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. കേട്ടു, എനിക്ക് മിസ്സായി, എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ഇവിടുത്തെ വീഡിയോ എനിക്ക് പിന്നെ ശ്രുതി അയച്ചു തന്നു. അടിപൊളിയായിരുന്നു, ഭയങ്കരമായിരുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടു കേട്ടോ. ഞാൻ വീഡിയോ കണ്ടിട്ട് തന്നെ ഞാൻ പറഞ്ഞു ശ്രുതിൻ്റെ അടുത്ത് എനിക്ക് മിസ്സായി. ശ്രുതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കാണാൻ, പ്രത്യേകിച്ച് നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ ഡാൻസ് കാണാൻ. അതെന്താ പറയുക, നമുക്ക് ആ കളിക്കുന്ന ആൾക്കാർക്ക് അതൊരു സന്തോഷമാണ്. നമ്മൾ പോയിട്ട് നമ്മളെ അറിയുന്ന ആൾക്കാർ, നമ്മളെ കൂടെ എന്താ പറയുക നിൽക്കുന്ന ആൾക്കാരൊക്കെ കാണാൻ വരിക എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. ആ ഫീലിങ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു നമ്മളെ ഡാൻസ് അങ്ങനെ കുറച്ചൊരു നമ്മൾ ഈ പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഫീലിങ്സ് ഉണ്ടാവും. നമ്മളറിയുന്ന ആൾക്കാർ നമ്മൾ പെർഫോമൻസ് കാണാൻ വരിക പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ അതെനിക്ക് കാണാൻ പോകാൻ പറ്റിയില്ല. ഇവിടുന്ന് ദിവ്യചേച്ചിയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു ഇത്ര. ലിസിമാമിയും ശ്രുതിയുണ്ട് കേട്ടോ, ലിസിമാമിയും കളിച്ചു കേട്ടോ, അയ്യോ ഞാൻ വിട്ടുപോയി പറയാൻ. മാമിയും കളിച്ചു, അതായത് അമ്മേൻ്റെ അനിയൻ്റെ ലാസ്റ്റ് അനിയനല്ല, ഒറ്റ അനിയനേ ഉള്ളൂ, പിന്നെ 2 ഏട്ടന്മാരും ഒരു ചേച്ചിയുള്ളൂ. അമ്മേൻ്റെ അനിയൻ്റെ വൈഫാണ്, വിഷ്ണു ശ്രീകുട്ടി എന്നൊക്കെ ഞാൻ പറയാറില്ലേ, അവരുടെ അമ്മ. ലിസിമാമിയും ശ്രുതിയും ഉണ്ടായിരുന്നു ആ ഒരു ഗ്രൂപ്പിൽ. അടിപൊളിയായിരുന്നു, ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് അവർ ഇങ്ങനെ എന്താ വെച്ചാൽ 18 മിനിറ്റ് ആയിരുന്നു ആ ഡാൻസ് കേട്ടോ. അടിപൊളിയായിരുന്നു എന്ന് പറയുന്നത് കേട്ടു, ഭയങ്കര ഉണ്ടായിരുന്നു ഇത്ര. വീഡിയോയിൽ കാണുന്നതിനേക്കാളാണല്ലോ ലൈവ് കാണുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു എക്സൈറ്റ്മെൻ്റ് ആവുമല്ലോ. അടിപൊളിയായിരുന്നു, മീൻസ് എന്താ പറയുക, ഒരു ആവേശം വരുമല്ലോ കാണുമ്പോൾ. രസമുള്ളൊരു പാട്ടും സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു എന്ന് കേട്ടു. വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇവിടെ പയ്യാനക്കൽ അമ്പലത്തിൽ ചിലപ്പോൾ അവർ കളിക്കുന്ന കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ശ്രുതി അവിടെ എത്തും, ഞാൻ എന്തായാലും വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ചെറിയൊരു ഭാഗം ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ശ്രുതീൻ്റെ ഡാൻസ് കാണിക്കാം. അപ്പോൾ ശ്രുതീൻ്റെ ഡാൻസ് കാണിക്കുന്നതോടുകൂടി എനിക്ക് എന്താ അങ്ങനെ കുറേ കാലമായിട്ട് സംസാരിക്കേട്ടാണോ എന്നറിയില്ല, നാവിനൊരു തകരാറ് പോലെ. അപ്പോൾ ഇതെന്താ നമ്മളെ ആൾക്കൂട്ടത്തിൽ ശ്രുതിയെ തിരിച്ചറിഞ്ഞിട്ടൊരു നിങ്ങളായിരുന്നു ഇന്നലെ ഡാൻസ് കളിച്ചവർ, നന്നായിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞൊരു സുഖമല്ലേ ശ്രുതി അത് കേൾക്കുമ്പോൾ, അതൊരു സുഖം തന്നെയാണ്. നന്നായിരുന്നു അല്ലെങ്കിൽ നിങ്ങളായിരുന്നു അത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സുഖം തന്നെയാണ് ശ്രുതി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് തുടരൂ, ഇതിങ്ങനെ തന്നെ കൊണ്ട് നടക്കൂ. ഇയാളെന്നെ ചീത്ത പറഞ്ഞു, യോ ആ ചേട്ടൻ എന്നെ ചീത്ത പറഞ്ഞു, അതാണ് അയാൾ എന്നോട് പറഞ്ഞു, കണ്ടോ അങ്ങോട്ട് നിൽക്കൂ നിങ്ങൾ കണ്ടില്ലേ, എന്തിനു കൊള്ളും എനിക്ക് മനസ്സിലായില്ല. നടുവിൽ നിന്നിട്ട് വീഡിയോ എടുക്കൂ പറഞ്ഞാൽ ആ ചേട്ടൻ അത് കറക്റ്റ്, മൂപ്പരൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടല്ലേ വീഡിയോയിൽ, എനിക്ക് അറിയണ്ടായിരുന്നില്ല. ആ ചേട്ടൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ മനസ്സിലാക്കിയിട്ടേ ഇല്ല കേട്ടോ, അഹങ്കാരിയായിട്ട് പെരുമാറിയതല്ല, എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ, ഞാൻ ആ നടുവ് പോയി നിന്നുണ്ടായിരുന്നെങ്കിൽ എന്തിന് പറ്റും ഈശ്വര, തൻ്റെടിയായ യുവതിയായിട്ട് എന്നെ കാണൂല എവിടെയുള്ള ആൾക്കാർ. ഞാൻ 10 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഭഗവാനെ ഞാൻ അഹങ്കാരം ചെയ്താൽ എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാനൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു, അതാണ് എനിക്ക് സങ്കടം. ആ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അയാൾ വിചാരിക്കില്ലേ വല്ലാത്തൊരുത്തി തന്നെയെന്ന്. എന്തായാലും വേണ്ടില്ല, നാണം കെട്ടു. അയ്യോ അപ്പോൾ ഞാൻ വീണ്ടും അപ്പോൾ ശ്രുതീൻ്റെ ഇത് അടിപൊളിയായിരുന്നു ആ ഡാൻസ്. എനിക്ക് കുറേ മിസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. എനിക്കൊരു വലിയൊരു 2 മണിക്കൂറിൻ്റെ വ്ളോഗ് തന്നെ ഉണ്ടാവുമായിരുന്നു 3 ദിവസത്തെ പ്രോഗ്രാമിന് പോയിരുന്നെങ്കിൽ. ആരൊക്കെയോ എന്നെ ചീത്ത പറയുന്നു, ആരൊക്കെ എന്നെ ആൾക്കാർ മുഖത്തേക്ക് ചീത്ത പറയുന്നുണ്ടോ എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും ഇതായിരുന്നു പന്തിരങ്കാവിലെ അയ്യപ്പൻ വിളക്ക്. എന്താ ആനകളൊക്കെ പോണോ വളരെ മനോഹരികളായിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ അയ്യപ്പൻ വിളക്ക്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. കുറേ നേരം അവിടെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്, കുറേ നേരം അവിടെ കുറച്ച് വർത്തമാനം, മാറി ഗ്രാമർ മിസ്റ്റേക്കാണ്, കുറച്ച് നേരം അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്ന്. പിന്നെ രാജോട്ട് എന്നെ കൂട്ടാൻ വന്നിട്ടില്ല, വിഷ്ണു ഞങ്ങളെ ഇറക്കി തന്നു. ഇനിയും അമ്മേനെയും ആദ്യനെയും ശ്രീകുട്ടി വെറുതെ കയറിയിരുന്നു. ആദ്യം അമ്മയും ചാലപ്പുറത്ത് ഇറങ്ങി, അവർ പന്നിയങ്കര ഇറക്കി. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബായ്. നിങ്ങളെല്ലാവരും അയ്യപ്പൻ വിളക്ക് കണ്ടുണ്ടോ? അയ്യപ്പൻ വിളക്കിൽ എല്ലാവരും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പോൾ അയ്യപ്പൻ വിളക്കിൻ്റെ ഒരു സീസൺ അല്ലേ ഒരുവിധം എല്ലാ സ്ഥലത്തും അയ്യപ്പൻ വിളക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പോകണം, നമുക്ക് നൊസ്റ്റാൾജി വരും, നമ്മുടെ പണ്ടത്തെ ഓർമ്മകളൊക്കെ അയവിറക്കണം. അതാണ് വേണ്ടത്, അതിലൊക്കെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, സന്തോഷം കണ്ടെത്തേണ്ടത്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്നെപ്പോലെ ചിന്തിക്കുന്നവരൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതായിരുന്നു ആ ഡാൻസ്. കണ്ടോ, പൊളി ഡാൻസായിരുന്നു. തെയ്യൊക്കെ വന്നിട്ടുള്ള ഡാൻസ്, ചൂട്ട് പിടിച്ചിട്ട്. അതിൻ്റെ മുന്നേ വേറെ തന്നെ ഒരു വേർഷൻ ടൈപ്പ് ഓഫ് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.